എല്ലാവർക്കും നമസ്കാരം. ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ചാപ്റ്റർ 1 4ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കിക്കോളൂ. വനശിലാതലമേത്യ താരാപഥം വീക്ഷ്യ മൃഗകുലാധീശസ്യ ഘനഗർജനം ബർഹീനാം നർത്തനം നവമേഘവർഷണം വനതലം സർവത്ര ഘോഷപൂർണം. അപ്പോൾ ഒന്നും കൂടിയും ചൊല്ലാം. വനശിലാതലമേത്യ താരാപഥം വീക്ഷ്യ മൃഗകുലാധീശസ്യ ഘനഗർജനം ബർഹീനാം നർത്തനം നവമേഘവർഷണം വനതലം സർവത്ര ഘോഷപൂർണം. ഇനി നമുക്ക് പദത്തിൻ്റെ അർത്ഥങ്ങളൊന്ന് നോക്കാം. വനശില, കാട്ടിൽ കാണുന്ന പാറ. ഏത്യ, എത്തിച്ചേർന്നിട്ട്. താരാപഥം, ആകാശമാർഗം. വീക്ഷ്യ, നോക്കിയിട്ട്. മൃഗകുലാധീശ എന്ന് പറഞ്ഞാൽ സിംഹമാണ്. അപ്പം സിംഹത്തിൻ്റെ പുതിയൊരു വാക്ക് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. മൃഗകുലാധീശ. ഘനഗർജനം, ഘനഗംഭീരമായ ഗർജനം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ബർഹിഹി, മയിലിൻ്റെ പുതിയൊരു വാക്കാണ് എന്തെന്ന് പറയുന്നത്. ബർഹിഹി മയില്. നർത്തനം, നൃത്തം. നവമേഘവർഷണം, പുതിയ മേഘങ്ങൾ വർഷിക്കൽ. വനതലം, കാട്ടുപ്രദേശം. ഘോഷപൂർണം, ശബ്ദായമാനം. സർവത്ര, എല്ലായിടത്തും. ഇനി വിഗ്രഹം നോക്കിക്കോളൂ. ഒരുമിച്ച് വിഗ്രഹ പദങ്ങൾ പഠിക്കുന്നേക്കാളും നല്ലത് ഓരോ ശ്ലോകത്തിലും അതുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളും പദച്ഛേദങ്ങളും പഠിക്കുന്നതാണ് എളുപ്പമായിട്ട് വരിക. അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഇതിൽ വരുന്ന വിഗ്രഹങ്ങൾ നോക്കാം. ആദ്യത്തത് മൃഗകുലാധീശസ്യ. മൃഗാനാം കുലം മൃഗകുലം. തസ്യ അധീശഃ മൃഗകുലാധീശഃ തസ്യ മൃഗകുലാധീശസ്യ. അടുത്തത് ഘനഗർജനം. ഘനം ച തത് ഗർജനം ച. ഘനഗർജനം. ഇനി നമുക്ക് അന്വയം നോക്കാം. വനശിലാതലം ഏത്യ താരാപഥം വീക്ഷ്യ മൃഗകുലാധീശസ്യ ഘനഗർജനം ബർഹീനാം നർത്തനം നവമേഘവർഷണം ച അത്ര ഭവതി. ഏവം വനതലം സർവത്ര ഘോഷപൂർണം ഭവതി. ഒന്നും കൂടി പറയാം അന്വയം. വനശിലാതലം ഏത്യ താരാപഥം വീക്ഷ്യ മൃഗകുലാധീശസ്യ ഘനഗർജനം ബർഹീനാം നർത്തനം നവമേഘവർഷണം ച അത്ര ഭവതി. ഏവം വനതലം സർവത്ര ഘോഷപൂർണം ഭവതി. അതിൻ്റെ അർത്ഥം നോക്കിക്കോളൂ. വനത്തിലെ ശിലാതലത്തിൽ ചെന്നിരുന്ന് ആകാശമാർഗത്തിൽ നോക്കി സിംഹരാജൻ്റെ
ഘനഗംഭീരമായ ഗർജനം, മയിലുകളുടെ നൃത്തം, പുതുമേഘവർഷം മുതലായവ ഇവിടെ, ഇവിടെ എന്ന് പറയുന്നത് കാട്ടിൽ ഉണ്ട്. ഇപ്രകാരം വനപ്രദേശം ശബ്ദമുഖരിതം ആകുന്നു. ഒന്നും കൂടി അർത്ഥം പറയാം. വനത്തിലെ ശിലാതലത്തിൽ ചെന്നിരുന്ന് ആകാശമാർഗത്തിൽ നോക്കി സിംഹരാജന്റെ ഘനഗംഭീരമായ ഗർജനം, മയിലുകളുടെ നൃത്തം, പുതുമേഘവർഷം മുതലായവ ഇവിടെ, ഇവിടെ എന്ന് പറഞ്ഞാൽ കാട്ടിൽ ഉണ്ട്. ഇപ്രകാരം വനപ്രദേശം ശബ്ദമുഖരിതമാകുന്നു. അടുത്ത നമ്മൾ ഇതിൻ്റെ പര്യായ പദങ്ങൾ നോക്കാം. ബർഹിഹി, ബർഹിഹി ആ പദത്തിൻ്റെ അർത്ഥം മയില് എന്നാണ്. അപ്പം ഇത് നമ്മൾ പഠിക്കുന്നത് ഒരു പുതിയ വാക്കാണ്. അതിൻ്റെ പര്യായ പദങ്ങൾ നോക്കിക്കോളൂ. മയൂരഹ, നീലകണ്ഠഃ, കേകി, ശിഖി, ഭുജംഗബുക്. ഒന്നും കൂടി പറയാം പര്യായ പദങ്ങൾ. ഇത് സമാനാർത്ഥമായിട്ടും ചോദിക്കാം കേട്ടോ. ബർഹിഹി അർത്ഥം മയില്. പര്യായ പദങ്ങൾ മയൂരഹ, നീലകണ്ഠഃ, കേകി, ശിഖി, ഭുജംഗബുക്. അടുത്ത വാക്കാണ് സിംഹഃ, സിംഹം. ഹരിഹി, മൃഗരാജഃ, വനരാജഃ. ഇതൊക്കെയാണ് സിംഹത്തിൻ്റെ പര്യായ പദങ്ങൾ. ഒന്നും കൂടി പറയാം. സിംഹഃ, സിംഹം അർത്ഥം. ഇതിൻ്റെ പര്യായ പദങ്ങൾ ഹരിഹി, മൃഗരാജഃ, വനരാജഃ. അപ്പം ഇത്രയല്ലോ നാലാമത്തെ ശ്ലോകവും. അന്വയം, അർത്ഥം, വിഗ്രഹം, പിന്നെ പര്യായ പദങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനുവരി 2 തൊട്ട് സംസ്കൃതത്തിന് വേണ്ടിയുള്ള ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നൽകുക. കേരള സിലബസിലുള്ള സ്റ്റാൻഡേർഡ് 5 തൊട്ട് 10 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആവുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9846770380 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.